നേര്യമംഗലം തറവാടിനിട്ട് തള്ളണ്ട. അതങ്ങ് വിട്ടേക്ക്. അത് എന്റെ തറവാടാ. ഞങ്ങളാരും അങ്ങനെ മനുഷ്യനെ വേർതിരിച്ച് കാണാറുമില്ല. പിന്നെ വേണുവിന്റെ ജോലി ഡ്രൈവിംഗ് ആയിരിക്കാം. അതുകൊണ്ടെന്താ? രാജുവിനെ പോലെ വേണു ഞങ്ങളുടെ തറവാട്ടിൽ ഒരു അംഗമായിരുന്നു. ഒരു കുലമഹിമ. 2 ഏത്തക്കുല വെട്ടി ചുമലിലേക്ക് വെച്ചാ മതി, കുലമഹിമയാകും. എന്തായാലും രാജു നമുക്ക് അന്യനൊന്നുമല്ല, സ്വന്തം തന്നെയാ. രാജുവും ഋതുമോളും തമ്മിലുള്ള കല്യാണം നമുക്ക് അതിഗംഭീരമായിട്ട് നടത്തണം. ചേച്ചി, രാജുവിനോട് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ശരാ ഏട്ടാ, ഇന്നു മുതൽ നിന്റെ ചുമതല ഇതായിരിക്കണം, മോളുടെ വിവാഹം. സംശയം എന്താ ഏട്ടാ? ചേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, നമുക്കിത് ഗംഭീരമാക്കാം. മോളെ, അമ്മമ്മേ, അമ്മമ്മയുടെ വാക്ക് പാലിച്ചില്ലേ? ഇപ്പൊ സന്തോഷായോ? അപ്പോ ഇതിന്റെയൊക്കെ പിന്നില് അമ്മമ്മയായിരുന്നല്ലേ? 2 അച്ഛന്മാരും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചത് അറിയാത്തതുപോലെ. അച്ഛൻ പറഞ്ഞല്ലോ രാജു കല്യാണത്തിന് സമ്മതിച്ചെന്ന്. മാഡം, സോറി. വർമ്മ സാറ് ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും രാജു അനുസരിക്കുമെന്ന്. ഞാൻ അനുസരിക്കാന്ന് പറഞ്ഞു. അതിങ്ങനെ മാഡത്തെ കല്യാണം കഴിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ എം എക്സ്ട്രീംലി സോറി മാഡം. രാജു പറഞ്ഞു വരുന്നത് മാഡം എന്നോട് ക്ഷമിക്കണം. ഈ കല്യാണം നടക്കില്ല. നടക്കാൻ പാടില്ല. രാജു ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തിലിട്ട് കുത്തി. ഞാൻ അത്രയ്ക്ക് വില കുറഞ്ഞ പെൺകുട്ടിയാണോ രാജു? അമ്മയില്ലാതെ വളർന്നത് കൊണ്ട് ഒരു അനാഥ പെണ്ണാണോ രാജു ഞാൻ? എന്തിനാ രാജു ഒരു കാവൽക്കാരനാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന് എന്നെ മോഹിപ്പിച്ചത്? ഇതാണോ രാജു കാവൽക്കാരൻ? ജീവിതാവസാനം വരെയും കൂടെയുള്ളവനല്ലേ ഒരു കാവൽക്കാരൻ? നീ സുഖമായിട്ട് ഉറങ്ങുവാണല്ലേടാ? നീ എന്താ എന്നെ നോക്കി ദഹിപ്പിക്കുവാണോ? രക്ഷയില്ലടാ. ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും?
നീ ചങ്കൂറ്റുള്ളവളാണെങ്കിൽ എന്നെ ഒന്ന് അഴിച്ചു വിടറി. അപ്പ കാണിച്ചു തരാം ഞാൻ. പിന്നെ അഴിച്ചു വിട്ടാലേ നീ എന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുവന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കണ്ണില് കത്തുന്ന പക കനല് പോലും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പകയും പ്രതികാരവും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനേ നിനക്ക് പറ്റൂ. മറ്റൊന്നിനും നിനക്ക് പറ്റില്ല. അതിനൊന്നിനും നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. കെട്ടിയിട്ടിങ്ങനെ തല്ലുന്നതിലും ചീത്ത വിളിക്കുന്നതിലും എന്താടി അന്തസ്? നീ എന്തൊക്കെയോ ചെയ്യുന്നു, ഞാനത് അനുഭവിക്കുന്നു. അല്ലാതെ എന്താടി? നീ ഇനി എന്തൊക്കെ തത്വം വിളമ്പിയാലും നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് വന്ന് തല്ലുന്നതിലും ഞാനേ വല്ലാത്തൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇന്ന് എനിക്കുണ്ടായൊരു സന്തോഷം നിന്നോട് പങ്കുവെച്ച് നിന്നെ വേദനിപ്പിക്കാനും അതുവഴി എനിക്ക് ചിരിക്കാനുമാ ഞാൻ വന്നേ. എന്റെ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാനിരുന്ന പെണ്ണ ഋതിക. അവനാ പെണ്ണിനോട് പ്രേമമോ എനിക്ക് അവളോട് വാത്സല്യവും ഉണ്ടായിട്ടല്ല. അവളൊരു നിഷേധിയാ, കോടാനുകോടി രൂപയുടെ ഉടമ. അതുകൊണ്ടേ അവളെ എനിക്ക് വേണം.